ഈ ദീപാവലിക്ക് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും സൗജന്യമായിട്ട് 30,000 രൂപയും ഐഫോണും അതുപോലെ മറ്റ് പല സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ആയിട്ട് ലിങ്ക് അയച്ചു കാണും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കാണില്ല. ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. ക്ലിക്ക് ചെയ്തവർ മിക്കവാറും ആ ഫോൺ ഫോർമാറ്റ് ചെയ്ത് കളയേണ്ടി വരും. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ ഡാറ്റ ചോർത്താനുള്ള ഒരുപാട് മാൽവെയറുകൾ നിങ്ങളുടെ ഫോണിലേക്ക് കയറിയിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ക്യാമറ പോലും പ്രവർത്തിച്ച് നിങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോസ് ഫോണിൽ നിന്ന് ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഫോണിൽ എന്തെല്ലാം ചെയ്യുന്നു, ഏതെല്ലാം വെബ്സൈറ്റുകളിൽ കയറുന്നു, ആരൊക്കെ വിളിക്കുന്നു, ആരൊക്കെയായിട്ട് വാട്സ്ആപ്പ് ചാറ്റ് ചെയ്യുന്നു, എന്തെല്ലാം SMS വരുന്നു, ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. ഈ ലിങ്ക് എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് ലിങ്കാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലെ അഡ്രസ് ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് യാതൊരു ബന്ധവും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇതിനകത്ത് ഒരുപാട് പേര് ഫേസ്ബുക്ക് വഴിയെല്ലാം കമന്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതെല്ലാം ഫേക്ക് ആണ്. ഇവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. അങ്ങനെ ഈ തട്ടിപ്പ് മറ്റു പേരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേര് പ്രൈസ് അടിച്ചെന്നും പറഞ്ഞുകൊണ്ടും പ്രൈസ് കിട്ടാൻ വേണ്ടിയൊക്കെ ഈ ലിങ്ക് പലർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ മലയാളികളായിട്ടുള്ളവർ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. ഇനി വാട്സപ്പിലെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് പോകുന്ന ലിങ്ക് എന്ന് പറയുന്നത് APK ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിരിക്കും. ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണൊന്ന് ഫോർമാറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ ഏതെങ്കിലും ആപ്പുകൾ ഇത്തരത്തിലുള്ള ലിങ്ക് വഴി നിങ്ങളുടെ ഫോണിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് കളയാൻ ശ്രമിക്കുക.